വാർത്തകളിലേക്ക് പോകാം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും കുരിശുമരണം വരിക്കുകയും ചെയ്ത ദിവസമാണ് ദുഃഖവെള്ളി. മനുഷ്യരുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ യേശുക്രിസ്തു ക്രൂശിതനായ ദിവസമാണ് ദുഃഖവെള്ളി. ഈസ്റ്ററിന് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. വ്രതശുദ്ധിയോടെയും പരിശുദ്ധിയോടെയും ക്രിസ്തീയ മതവിശ്വാസികൾ ഈ ദിവസം ആചരിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് അന്ത്യ അത്താഴത്തിന് ശേഷം യേശുവിനെ ഒറ്റുകൊടുക്കുകയും പിന്നീട് അരമനയിലെ വിചാരണയും മുൾക്കിരീടവും ചാട്ടവാറടിയും യേശു ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം ഗാഗുൽത്ത മലയിലേക്ക് കുരിശും വഹിച്ചുള്ള യാത്ര, ശേഷം കുരിശിൽ തറയ്ക്കപ്പെട്ടുള്ള മരണം. ഈ പീഡാനുഭവങ്ങളാണ് ദുഃഖവെള്ളിയിലൂടെ അർത്ഥമാക്കുന്നത്. യേശു അനുഭവിച്ച പീഡാനുഭവങ്ങളിലെ 14 സംഭവങ്ങൾ അനുസ്മരിപ്പിക്കുന്ന കുരിശിന്റെ വഴിയാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മം. മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായി ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചുവെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.